നമസ്കാരം. അങ്ങനെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. കേന്ദ്ര സഹായം തള്ളിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേന്ദ്ര സഹായം വേണ്ട, സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ കേരളത്തിൽ നിന്ന് തന്നെ പണം മുടക്കി ബസ് വാങ്ങും എന്ന നിലപാടിലേക്കാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എത്തിയിരിക്കുന്നത്. ഗ്രീൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി ഇ ബസ് സേവ പദ്ധതിയുടെ ഭാഗമായുള്ള കേന്ദ്ര സർക്കാർ സഹായമാണ് സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്കായി നൽകുന്ന 90-50 ബസ്സുകൾ ലഭ്യമാകുന്ന പദ്ധതി ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫയൽ ഗതാഗത വകുപ്പ് മടക്കി അയച്ചു എന്നാണ് വിവരം. ഫയലിൽ പറയുന്ന ചേർത്തലയിലും കായംകുളത്തുമൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ബസ്സുണ്ട് എന്നാണ് ന്യായീകരണം. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഈ ലിസ്റ്റിലില്ല എന്നതായിരുന്നു മന്ത്രി മറുപടിയായി പറഞ്ഞത്. തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് തന്നെ സ്ഥലമില്ല എന്ന് പിന്നീട് മറുപടി പറഞ്ഞു. പുതുതായി ഡീസൽ ബസ്സുകൾ മതി എന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 555 ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയിരുന്ന 93 കോടി രൂപ അനുവദിക്കുമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി ധനവകുപ്പിന് കത്തൊക്കെ നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സൗജന്യ സഹായം വേണ്ട എന്ന് പറയുന്നത്. കേന്ദ്രം സൗജന്യമായി 950 ബസ്സുകൾ തന്നാലും സംസ്ഥാന സർക്കാർ 42 കോടി രൂപ കണ്ടെത്തേണ്ടി വരുമെന്ന ന്യായമാണ് മന്ത്രി പറയുന്നത്. എങ്കിൽ പോലും അത് ലാഭമല്ലേ എന്ന് ചോദിച്ചാലും മന്ത്രിക്ക് ഉത്തരമില്ല. അത് വേണ്ട, കേന്ദ്ര സഹായം വേണ്ട എന്നൊരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇടനിലക്കാർക്ക് കിട്ടുന്ന കമ്മീഷനിൽ കണ്ണു നട്ടാണ് സംസ്ഥാന സർക്കാർ വിരുദ്ധമായിട്ടുള്ള സംസ്ഥാന ഖജനാവിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ഇ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 169 നഗരങ്ങളിലേക്ക് 10,000 ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രം നൽകുമെന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യാത്രാക്കൂലി സംവിധാനങ്ങളുള്ള മെട്രോയുടെ മാതൃകയിലുള്ള ബസ്സുകളായിരുന്നു കേരളത്തിന് 10 നഗരങ്ങളിലായി 950 ബസ്സുകൾ എന്ന നിലയ്ക്ക് നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞത്. ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ 12 മീറ്ററും 9 മീറ്ററും നീളമുള്ള 2 വിഭാഗങ്ങളായിരിക്കും ഇത്തരത്തിൽ ലഭ്യമാകാൻ പോകുന്നതെന്നും സൂചനയുണ്ടായിരുന്നു. 12 മീറ്റർ ബസ്സുകൾക്കാണ് കേരളം ആഗ്രഹം പ്രകടിപ്പിച്ചതും. തിരുവനന്തപുരത്തിനും കൊച്ചിക്കും 150 ബസ്സുകൾ വീതം ലഭിക്കുന്നതാണ് പദ്ധതി. ബസ്സുകൾക്കൊപ്പം ഡ്രൈവർമാരെയും പദ്ധതി പ്രകാരം നൽകേണ്ടി വരുമെന്നും ഇന്ധന ചെലവ് സംസ്ഥാനം വഹിക്കണമെന്നുമൊക്കെയാണ് ന്യായീകരണം. കേന്ദ്രം ചാർജിംഗ് സ്റ്റേഷനുകളൊക്കെ നൽകുന്നുണ്ട്. കൂടാതെ പ്രവർത്തിപ്പിക്കുന്ന കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വരുമാനം ഒരു വിഹിതം കേന്ദ്രത്തിന് നൽകേണ്ടിയും വരുന്നുണ്ട്. കേന്ദ്രത്തിന്റെ വിഹിതം അടച്ച് മറ്റെല്ലാ ചെലവുകളും നടത്തി സംസ്ഥാനത്തിന് ഒരു കിലോമീറ്ററിന് 1015 രൂപ ലാഭം ലഭിക്കുന്ന തരത്തിൽ പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇവിടെ വേണ്ട എന്നുള്ള നിലപാടിലാണ് ഗതാഗത മന്ത്രി. ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് ആന്റണി രാജു നൽകിയ പ്രപ്പോസലാണ് ഗണേഷ് കുമാർ ഇപ്പോൾ നോ, അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇതിനകം 3975 ബസ്സുകൾ ഉറപ്പാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന് മാത്രം ഇത് വേണ്ട. പക്ഷെ ഇവിടെ ബസ്സുകൾ വേണ്ടേ? അത് വേണം താനും. അപ്പോ ഖജനാവിൽ നിന്ന് പണമിറക്കിക്കൊണ്ട് വീണ്ടും കോടികൾ പൊടിക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സഹായം വേണ്ട എന്ന് ചട്ടം കിട്ടിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി. ഇനി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഖജനാവിൽ നിന്ന് പണം എങ്ങനെയൊക്കെ വാരാം എന്നുള്ള നിലപാടിലേക്ക് ഇവിടുത്തെ നേതാക്കന്മാർ എത്തുന്നു എന്നത് ഇതിൽ നിന്ന് പ്രത്യേകമായി പറയാം. ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ, അതായത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുന്നുണ്ട് എന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കേന്ദ്ര സഹായം ഒന്നും കൃത്യമായി വാങ്ങാതെ അതിനു വേണ്ടുന്ന നടപടികൾ ചെയ്യാതെ പിന്നീട് കേന്ദ്രം കനിഞ്ഞില്ല, കേന്ദ്രം കേരളത്തെ മാത്രം അവഗണിച്ചു എന്നുള്ള ന്യായീകരണം പറഞ്ഞു വരരുത്. അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. നേതാക്കന്മാർ അത് കൃത്യമായി ശ്രദ്ധിക്കണമെന്ന്. പക്ഷെ ഇതിപ്പോ കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഗതാഗത മന്ത്രി എത്തിയിരിക്കുന്നത്.